ഹലോ എവരി വൺ, ഈസി റെസിപ്പിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. ഇതിനായി 750 ഗ്രാം ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: 4 സ്പൂൺ തൈര്, 1.5 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ വയ്ക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി 15 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പേസ്റ്റാക്കി മാറ്റി വയ്ക്കണം. 2 വലിയ സവോള മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു വലിയ കഷ്ണം ബട്ടർ ഇടുക. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്യാനായി ഇതിലേക്ക് ഇടണം. ചിക്കൻ 2 സൈഡും നന്നായി വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഒരു 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ക്രീം തയ്യാറാക്കുന്നതിനായി 1/2 ഗ്ലാസ് പാലിൽ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ 2 സൈഡും നന്നായി വേവിച്ചെടുക്കണം. ഒരു ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതേ പാനിൽ തന്നെ 4 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ജീരകവും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ചതച്ച് വെച്ച സവോള ചേർത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ സവോള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ച തക്കാളി ഒഴിക്കുക. നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കണം. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഒരു 3 സ്പൂണൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം കൂടി ഒഴിക്കാം. കുറച്ചുകൂടി ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇനി ക്രീം കൂടി ഇതിലേക്ക് ചേർക്കാം.
ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലുള്ള ചിക്കൻ ടിക്ക മസാല റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.